ഇപ്പോൾ കൊച്ചിയിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും സായി ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ കൊച്ചിയിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ എന്ന പ്ലാനിലാണ് ഞങ്ങൾ പോണത്. ഇന്നിപ്പോൾ December 30th ആയി. അപ്പോൾ സാധാരണ ഞാൻ ട്രാവലിംഗ് സാധനങ്ങൾ തന്നെയാണല്ലോ ഇപ്പോൾ ഇടാറ്, കൊച്ചി പോകേണ്ട വ്ളോഗ്സ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ കുറേ കാലമായി പെട്ടിട്ട് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കേണ്ട വിചാരിച്ചു. ഞാൻ എന്തെങ്കിലും ഷോർട്സ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ സാധനങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ന്യൂ ഇയർ അല്ലേ എന്താ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് മലപ്പുറത്ത് ഞങ്ങൾ രണ്ടുപേരും ഉള്ളത്. പിന്നെ അവിടുന്ന് സിജോ ജോണും ലിനൂസ് കറി ഉണ്ടാവും. പിന്നെ കൊച്ചിയിൽ പിന്നെ ആരൊക്കെ ഉണ്ടാവും എന്നറിയില്ല. അവർ രണ്ടുപേരോടും ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ റസ്മിൻ ഭായ് ഉണ്ട്. റസ്മിൻ ഭായ് കൊച്ചിയിൽ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. ചെന്നൈയിൽ പഠിക്കാൻ പോണ കുട്ടിയാണ്, പക്ഷേ കൊച്ചിയിലാണ് ഫുൾ ടൈം. ഇത് പറഞ്ഞ് ഞാൻ കുറേ വട്ടം കളിയാക്കാറുണ്ട്. പിന്നെ നോറ കൊച്ചിയിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആരാ ഗബ്രി ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ നന്ദന ഉണ്ടാവും എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കാരണം എല്ലാവരും ഫുള്ള് ബിസിയാണ്. ഓരോ കൊല്ലം മാറും തോറും എല്ലാവരും ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എല്ലാ വഴിക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും പിന്നെ എപ്പോഴും അവൈലബിൾ ആയിട്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ കൊച്ചിയിൽ അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങൾ വേറെ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ അവസാനം ഫോർട്ട് കൊച്ചിയിൽ എത്തി. കാരണം ഫോർട്ട് കൊച്ചിയിൽ എനിക്ക് ലൈറ്റിങ്ങും ഡെക്കറേഷൻസും കുറേ ഞാൻ റീൽസിലുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം അവിടെ ഒന്ന് കാണണം എന്നുള്ളത്. അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് സത്യം. എന്താ പറയുക, എനിക്ക് ക്രിസ്മസിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സീസണാണ് ക്രിസ്മസ് ന്യൂ ഇയർ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ സാധനം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വൈബാണ്. അത് ഭയങ്കര നല്ല രസമാണ്. ഞങ്ങൾ ഒരു വട്ടം 2023, 2024 സമയത്ത് ന്യൂ ഇയർ സമയത്ത് അവിടെ പോയിട്ടുണ്ടായിരുന്നു, പപ്പാനീനെ കത്തിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് എന്താ പറയുക നല്ല നല്ല രസമായിരുന്നു. പക്ഷെ അതൊരു വൺ ടൈം വാച്ചബിൾ എന്ന് പറഞ്ഞ പോലെ വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല വെച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരക്കൊക്കെ വന്ന് ഞങ്ങൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോകേണ്ട അവസ്ഥയൊക്കെ വന്നു. പക്ഷെ സ്റ്റാമ്പേഡ് പോലെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെടുക ചെയ്ത്. ഇല്ല നമ്മൾ നിക്കാൻ ഇല്ല, അല്ലെങ്കിൽ കുറച്ച് ഫോബിയുടെ പ്രശ്നം ഉണ്ടെന്ന് അറിയാം. അല്ല നമ്മള് ശ്രദ്ധിക്കണം. ഇപ്പൊ നമുക്ക് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഇവന്റ് ഇല്ലേ, അവിടെ പോയാൽ എന്താ അവസ്ഥ അറിയില്ല. നമ്മൾ എന്താ ഇവന്റിന്റെ പേര്, വൈൽഡ് ഫയർ. അത് ആലുവയിലല്ലേ, ആലുവ ഭാഗത്താണ്. അപ്പൊ അവിടെ പോണ്ടാവണം. പക്ഷെ എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷനാണ്. കാരണം ഞങ്ങളന്ന് അനുഭവിച്ചതാണ്. കാരണം അത്രയും ഒരു ക്രൗഡിന്റെ മുന്നിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു. കാരണം ഇങ്ങനെ ഒരു സമയത്ത് തന്നെ ഇപ്പൊ എല്ലാ സ്ഥലത്തും ഉണ്ടാവണത്. അതായത് നമ്മള് നടക്കൊന്നും ചെയ്യില്ല, എല്ലാവരും കൂടി ഉന്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ നിലത്ത് വീണ് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ മേലെ ചവിട്ടി പോണതാണ്. അത്ര ഉണ്ടാവുള്ളൂ. ജീവൻ കിട്ടിയ ഭാഗ്യം, ശ്വാസം ഒന്നും കിട്ടില്ല. അപ്പോ അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ഒക്കെ അറിയില്ല, ന്യൂ ഇയർ സമയത്തൊക്കെ ആവും. എന്തായാലും നോക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പോണ പരിപാടികൾക്കൊക്കെ. ഓക്കെ. അപ്പം ഇനി നമ്മൾ കൊച്ചിയിലെത്തിയിട്ട് വീഡിയോ എടുക്കാം. ഇനി കൊച്ചിയിൽ ആരൊക്കെ ഉണ്ടാവും. നല്ല റസ്മിൻ ഭായ് ഇപ്പോൾ വിളിച്ചപ്പോൾ റസ്മിൻ ഭായ് വേറെ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ആകുമ്പോൾ തിരിച്ചെത്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണുകയാണെങ്കിൽ കാണാം. നോറ ഉണ്ടാവണം. പിന്നെ ഞാൻ ഗബ്രി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നന്ദനേനെ നാളെയോ മിക്കവാറും ഉണ്ടാവുക. പിന്നെ സിജോ ആണെങ്കിലും ഇന്ന് രാത്രി ചിലപ്പോൾ വരും, അല്ലെങ്കിൽ നാളെ രാവിലെ വരുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പം എല്ലാവരും നല്ല രസമാണ്, അടിപൊളിയാണ്. എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ പോലെയാണെങ്കിൽ നല്ല രസമാണ്, നല്ല വൈബാണ് എന്തായാലും. അപ്പോൾ അവിടുത്തെ ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത ആളെ വെച്ചിട്ട് കാണാം. ഇപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ബാക്കി നിർത്തില്ല, നമ്മൾ നേരെ പോയി കിടന്നു. ഇപ്പോൾ നമ്മളെന്താ ഫുഡ് റെസ്പോൺസിബിൾ വ്ളോഗ്. അതെ, ചെറിയ കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഈ ഫുഡൊക്കെ സെറ്റാക്കിയിട്ട് ഫുഡ് കഴിക്കാൻ വന്നതാണ് അല്ലേ.
ഈ ഭാവം എന്നോട്ട് പോകും എനിക്ക് തോന്നുന്നുണ്ട്. മാറ്റം വരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. പഴക്കമുള്ള വാക്ക് എന്തിനു വേണ്ടിയായാലും ഒരു യുദ്ധത്തിന്റെയും അനന്തരഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ആ നാട്ടിലെ കുട്ടികൾ തന്നെയാണ്. അത് മാത്രമാണ് ലേലത്തിന് കൊടുക്കുന്നത്. ഇത് കൊടുക്കും, ഇത് കൊടുക്കില്ല, കൊടുക്കും. ഞാൻ ഇത്ര എക്സ്പ്രഷൻ ഇട്ട് കേട്ടോ. 2026 എന്റെ ആദ്യത്തെ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അല്ല അറിയില്ല, അത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ലേലങ്ങളെല്ലാം സ്ത്രീ എങ്ങനെ മറ്റുള്ള പുരുഷന്മാരുടെ മുഖത്ത് വെട്ടടിക്കാതിരിക്കും. അപ്പൊ നമ്മളിന്ന് 2026 ദിവസമാണ്, നൈറ്റ് ആണ്. നമ്മളിപ്പോ കുമ്പളങ്ങിയിൽ വന്നിരിക്കുന്നത് രാവിലെ മുതൽ. കുമ്പളങ്ങിയില് ജാനുവരി 1-ാം തീയതി ഒരു സർക്കസ് ഉണ്ട്. ആ സർക്കസിന്റെ ഇവിടുത്തെ ഒരു സിംഹത്തെ കൊണ്ടുവരുന്ന ഒരാളുണ്ട്. അയാളെ പറഞ്ഞ കോമാളി ഉണ്ട്. ആ കോമാളി ആയിട്ടുള്ള വേഷമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ കെട്ട സത്യം നേരത്തെ തലയിലായിരുന്നു. ആ തലമാ കെട്ടി പൂരി എടുത്തിപ്പോ കഴുത്തിലായിരുന്നു. പിന്നെ ഇത് കഴുത്തിലാക്കി ഇവിടെ ആക്കി. ഇപ്പൊ ഇറങ്ങി താഴത്തേക്ക് പോകും. അങ്ങനെയാണ് ആക്ച്വലി ജംബോ സർക്കസ് എന്തോ അങ്ങനെ എന്തോ. ജംബോ സർക്കസ് ഉണ്ട് ഇവിടെ. അത് ബോംബെ സർക്കസ്. അതിന് വേണ്ടി വന്നതാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ബാംഗ്ലൂർ സർക്കസിന്റെ ചെറിയ ചെറിയ മൂക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ബ്ലഷ് ഇട്ടാലും മതി. ചെമ്മീൻകെട്ട് കണ്ടപ്പോഴേക്കും നേരെ എടുത്ത് ചാടാനുള്ള ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് അപ്പൊ 2026 വ്ലോഗ്. ഈ വ്ലോഗ് നിങ്ങൾ കാണില്ല. കാരണം അറിയോ, പോകുന്ന വഴിക്ക് വള്ളത്തിൽ നിന്ന് ഇപ്പം താഴ്ത്തു പോകും. എനിക്ക് പറഞ്ഞത് ഫോണിന്റെ നോക്കി ഇങ്ങനെയാണ് എന്റെ റോയെ നോക്കണം. ഇപ്പം ഈ വ്ലോഗ് പുറലോകം കാണില്ല. കാരണം iPhone 17 Pro Max ഇപ്പൊ വെള്ളത്തിൽ വിടാൻ വേണ്ടി പോകുന്ന ഫോൺ മറ്റേ ഏകദേശം ചാലിന് അടിത്തട്ടിലേക്ക് പോകും. അപ്പൊ ചെടികളുള്ളതുകൊണ്ട് നമുക്ക് ആർക്കും ചാടി ഇറങ്ങാൻ നോക്കി. ഞാൻ റോയ ഉൾപ്പെടെ ആ ഓണർഷിപ്പ് ഉള്ള മുതലാളിക്ക് ഉൾപ്പെടെ അങ്ങനെ വരും. അയ്യോ, അപ്പൊ നമ്മളിപ്പോ 2026 ഫസ്റ്റ് ദിവസമാണ്. ജനുവരി 1 ആണ്. ഫസ്റ്റ് ആണ്. വരില്ല, ഈ വ്ലോഗ് വരില്ല, നശിക്കട്ടെ. എങ്ങനെ പോയാ ഇതൊന്നും പുറത്തു വരില്ലല്ലോ. പിന്നെ വിഷയം എന്താ? അതുകൊണ്ട് വരുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. സ്നേഹം ഇവിടുന്ന് നാടാൻ കളിക്കാണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കി. ഇതെന്താ കാണിക്കണം? അതിന്റെ കൂടെ കളി കയറുന്നത്. എന്ത് കളി കയറി? എന്താ അതിനെ കൂടെ കയറുന്നത്? ഗുസ്തി മൊത്തത്തിൽ പോകണം. എവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, രണ്ട് കാലം ഇങ്ങനെ വെച്ച്. അല്ല, ഇതിന്റെ പുത്തൻ ഡിസൈൻ എന്താണ് നിങ്ങൾക്ക് എന്താണ് പറയാ? ഒന്നും പറയില്ല. 2026 ജനുവരി 1 ആണെന്ന്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് പ്രത്യേകിച്ച് ഒന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നത്തെ ആഘോഷങ്ങൾക്ക് ഭയങ്കര ഈ വീഡിയോ ആൾക്കാർ കാണുമ്പോൾ ജനുവരി 1-ാം തീയതി കഴിയത്തില്ലേ? ആയിക്കോട്ടെ, നാളെ ഇടും. 2-ാം തീയതി ഹാപ്പി ന്യൂ ഇയർ എന്താ പ്രശ്നത്തിരിക്കുന്നത്? 2-ാം തീയതി ഹാപ്പി ന്യൂ ഇയർ പറയാൻ പാടില്ലേ? കഴിഞ്ഞു. അതിനെന്താ ഹാപ്പി ന്യൂ ഇയർ പറയാൻ പാടില്ലേ? 3-ാം തീയതി 4-ാം തീയതി പറയൊരു മനുഷ്യൻ. എന്താ പറയണേ? ജനുവരി 1-ാം തീയതിയാണ് നമ്മളെപ്പോഴും ഹാപ്പി ന്യൂ ഇയർ പറയാ. ഇവരെന്താ ഉദ്ദേശിക്കണേ? 7 ദിവസം കഴിഞ്ഞിട്ട്, ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ബുദ്ധിമുട്ടായാലും വന്ന് ഹാപ്പി ന്യൂ ഇയർ പറയുമോ? എന്ത് ലോജിക്കാണ് ഈ കാണിക്കുന്നത്? എന്റെ മൊത്തം ഫോക്കസ് നിർത്താവുന്നത്. അപ്പൊ ഞങ്ങള് ഇന്നലെ ഭയങ്കര അടിപൊളിയായിരുന്നു. നിങ്ങളിപ്പോ വീഡിയോ കണ്ടിട്ടുണ്ടാവല്ലോ എന്തായാലും. ഫെജോന്റെ പ്രോഗ്രാം ഒക്കെ പ്രോഗ്രാമിന് പോയി. ശരിയാ, കറക്റ്റാ. ഇൻസ്റ്റാഗ്രാമില് സ്നേഹ പോസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സായി ഫ്രണ്ടിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് 4 പേരുടെ ടിക്കറ്റും കൊണ്ട് അകത്ത് കയറി. അപ്പൊ വേറെ VIP ടിക്കറ്റിൽ സ്നേഹനെ കയറ്റാൻ പറ്റില്ല എന്ന് സ്നേഹനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അപ്പൊ മതിച്ചിറക്കി വിട്ടു. എന്നിട്ട് ഒരു ബാക്കില് ആൾക്കാർ തുള്ളുന്നതിന്റെ ഇടയ്ക്ക് 2 കസേര കിട്ടി അവിടെ പോയിട്ട് ഇരിക്കുകയായിരുന്നു. ഒരു 11 മണി വരെ സ്നേഹം അവിടെ ചൊറിയും കുത്തിക്കൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് മെസ്സേജ് അയച്ചു, സായി ആ വീട്ടിൽ പോകുന്ന പറഞ്ഞിട്ട്. ഈ പറഞ്ഞ അടിച്ചുപൊളി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ നേരെ ഏതോ ലുലുമളി പോയിട്ട് അവിടെ വായ മുടിച്ച് പറക്കാൻ പൊട്ടിക്കണ കണ്ടിട്ട് നേരെ ഫുഡും കഴിച്ച് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി. ഇതാണ് സംഭവിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹ ഇതിനു വേണ്ടി തള്ളുന്നതാണ്, നിങ്ങളുടെ തള്ളുന്നതാണ്.
സ്നേഹക്ക് ന്യൂ ഇയർ ഒരു അടിച്ചുപൊളി ഉണ്ടായിരുന്നില്ല. ആ ഒരു പൊടി പിടിച്ചൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ നോക്കുമ്പോൾ തുമ്മി ചത്ത് മൂലൊക്കെ മാറി കിടപ്പുണ്ടായിരുന്നു. ഇതാണ് സത്യം. അപ്പൊ ഇന്നലത്തെ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഞങ്ങൾ ഫെജോന്റെ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വൈൽഡ് ഫയർ പറഞ്ഞ കാട്ടുതീ ആയിരുന്നു. കാട്ടുതീ പറഞ്ഞ പ്രോഗ്രാമിലായിരുന്നു ഞങ്ങൾ പോയത്. കാട്ടുതീ തന്നെയായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ ഒരു 2024 ഇറക്കി കഴിഞ്ഞിട്ട് ഇതൊക്കെ ഈ 25 എന്തിന് ഈ സാധനങ്ങൾ വന്നിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ 2024 ഈ കാട്ടുതീയൊക്കെ നമ്മള് ഇറക്കി ഹിറ്റാക്കിയതാണ്. 2025 വന്നിട്ടെങ്കിൽ എന്ത് പ്രയോജനം ഇരിക്കുന്നു. അപ്പൊ ഞാൻ പറയാനുണ്ടായിരുന്നു നമ്മള് വൈൽഡ് ഫയർ എന്ന കാട്ടുതീ പറഞ്ഞ പ്രോഗ്രാമിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. ന്യൂ ഇയർ ആഘോഷം ഫെജോന്റെ ഒക്കെ പ്രോഗ്രാമിന് തൊപ്പി ഉണ്ടായിരുന്നു. പിന്നെ സായി സിജോക്ക് പേടിച്ചു പിടിച്ചൊരു പ്രോഗ്രാം കാണാണ്ടായിരുന്നു. ഞങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈഗിൾ ഉണ്ടായിരുന്നു, ഒഴിവാക്കി നിക്ക് ഉണ്ടായിരുന്നു, നിക്ക് തൊപ്പി ഫെജോ, പിന്നെ മറ്റേ ആളായിരുന്നു മറ്റേ ബീസ്റ്റ് അല്ല സ്ത്രീയെ ബീറ്റ് ബോക്സർ. അത് പറയാനുള്ള വിദ്യാഭ്യാസം ഇല്ല ഇവിടെ. നേരത്തെ ആദ്യം പറഞ്ഞു നിങ്ങൾ ഇത് എന്തോന്നും അറിയില്ല. ആദ്യം മിസ്റ്റർ ബീൻ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. അത് ഇവിടെ ബീസ്റ്റ് വിജയുടെ സിനിമയാണ് അത്. അർജുന അതല്ല വിഷ്ണു വാക്ക് പറ. ബീറ്റ് ബോക്സ് വിഷ്ണു ഒക്കെ ഉണ്ടായിരുന്നു. പ്രോഗ്രാം അടിപൊളി. ഞങ്ങൾ 11 മണിയപ്പോൾ തന്നെ ഇറങ്ങിയിട്ട് പിന്നെ ലുലു മാളിൽ പോയി. ലുലു മാളിൽ പോയിട്ട് ഞങ്ങൾ കൗണ്ട് ഡൗൺ 3, 2, 1 ഒന്നും കേട്ടില്ല. പക്ഷെ പൊട്ടിക്കുന്ന സാധനം കണ്ടു. നല്ല അടിപൊളിയായിരുന്നു. അല്ല ലിനു അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുമ്പളങ്ങിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫുഡ് ഐറ്റം ഏരിയയിലേക്ക് പോവാണ്. ഫുഡ് കഴിക്കാൻ എന്താ അതെ ഒന്നും പേടിക്കണ്ട. നമ്മുടെ OMKV ഉണ്ണിച്ചേട്ടനടുത്ത് ഞങ്ങളൊരു ഫുഡ് ഏരിയയിലേക്ക് പോവാ. അടിപൊളിയില്ലേ? ഞാൻ മൊബൈൽ പിടിച്ചപ്പോ ആ വെള്ളത്തേക്ക് പോവാമോ? പെട്ടെന്ന് വീഡിയോ എടുത്തോളൂ. ഞാൻ അറിയാം. അതുകൊണ്ട് ഞാൻ വേഗം ഓടി വന്നത്. അപ്പോൾ മിസ്റ്റർ സായി കൃഷ്ണൻ, നമ്മൾ 2026 കടന്നിരിക്കുകയാണ്. താങ്കൾക്ക് 2025 കുറിച്ചൊരു അവലോകനം എന്തെങ്കിലും ഉണ്ടോ? അത് പോയി എന്നാണ് പറയണത്. ഞാൻ എന്താ പോയി എന്ന് പറയാൻ? നേട്ടങ്ങൾ, കോട്ടങ്ങൾ, അങ്ങനെ വല്ലതും ഇല്ല. നേട്ടങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. അതായത് ചിന്തിച്ചിരുന്ന വെറുതെ ഇരിക്കലാണ്. കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. അതിന് തിരിച്ചു പിടിക്കും. പിടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രമിക്കും. കിട്ടിയാലൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് 2025 അങ്ങനെ ഭയങ്കര പ്രശ്നമൊന്നുമല്ല. അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ വലിയ പ്രശ്നമൊന്നും എല്ലാത്തിലും എല്ലാ കൊല്ലം നമുക്ക് നല്ലതുണ്ടാവും ചീത്തയുണ്ടാവും. ഞാൻ പിന്നെ അങ്ങനെ കൊല്ലക്കണക്ക് വെച്ച് ഇത് ഓഡിറ്റ് ചെയ്യാത്തതുകൊണ്ട് വലിയ സീനില്ല. പിന്നെ 2025 എടുത്തു പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 സത്യത്തിൽ ഞാൻ ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പരിപാടി ആ പരിപാടീൻ്റെ ഒരു സ്ട്രെസ്സില്ലേ, തലവേദന ഭയങ്കരമായ പരിപാടി, അതിന് കുറച്ചൊന്ന് റിലീഫായി. അങ്ങനെ സാധനം കിട്ടി. അത് ഞാൻ പഠിച്ചു. അത് ഞങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയി. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ സ്ട്രെസ്ഡ് ആവാൻ പാടില്ലല്ലോ. എൻജോയ് ചെയ്യാന്നുള്ളത് ഞാൻ പഠിച്ചു. ഞാനത് തന്നെ. ഞാൻ എനിക്ക് എൻ്റെ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് തന്നെ ഇരിക്കാറ്. എനിക്കങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടെന്നോ അങ്ങനെ ഞാൻ എൻജോയ് ചെയ്യും. കാരണം നമ്മൾ എൻഗേജ് ആയിരിക്കുമ്പോൾ നമ്മൾ ജോലി വേണ്ടേ? നമുക്ക് പ്രത്യേകിച്ച് ആ ഓഫീസിൽ ലാപ്ടോപ്പ് കയറി 4 ആളെ രാവിലെ തെറി വിളിക്കുക, വൈകുന്നേരം 4 ആളെ തെറി വിളിക്കുക. മാനേജർമാർക്ക് എന്തോ ആവാലോ.
അതുകൊണ്ട് ഇപ്പൊ എനിക്ക് എൻഗേജ് ആയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുന്നു, അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല രസമാണ്. നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ എൻഗേജ് ആയിരിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നാറുണ്ട്. അല്ല അങ്ങനെ ഞാൻ പറഞ്ഞ എൻഗേജ്ഡ് ആവുക ഇറ്റ്സ് ഫൈൻ. പക്ഷെ എനിക്ക് ഇത്ര കാലം ഉണ്ടായിരുന്ന ഒരു 2025 ഉണ്ടായ ഒരു ഗുണം അതാണ്. 25 തുടക്കത്തിലുണ്ട്, ഒരു പകുതി ആയപ്പോഴാണ് ഞാൻ പഠിച്ചത് ചെയ്യുന്ന ജോലി എൻജോയ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. പണിയാണ് അത് പ്രഷർ എടുത്തിട്ട് മറ്റേ എന്താ പറയാ, നമ്മൾ ഇതിനാണ് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി 2025 കഷ്ടപ്പെട്ട് അരി വാങ്ങാൻ വേണ്ടി കണ്ടന്റ് എറിഞ്ഞിട്ടില്ല. അതാണ് മെയിൻ. എനിക്ക് ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ഗുഡ് ആയിട്ട് തോന്നണം, അല്ലെങ്കിൽ എനിക്ക് റെലവൻ്റ് ആയിട്ട് തോന്നണം. അങ്ങനെ അരിക്കെന്ന് പറഞ്ഞിട്ട് അല്ലാതെ ഞാൻ കുറെ കണ്ടന്റ് ചെയ്തു. നമുക്ക് തോന്നിയത് അതായത് ഇപ്പോൾ 3 വീഡിയോ ചെയ്തോടത്ത് ഞാൻ ഒരു വീഡിയോ 2 വീഡിയോ ഒക്കെ ആക്കാൻ തുടങ്ങി. അതായത് ഞാൻ കൂടുതൽ വൈകുന്നേരം തുടങ്ങി. ഞാൻ ടെൻഷൻ ഫ്രീ ആയി. മനസ്സിലായോ? അത് 2025 അപ്പൊ ഇനി അതന്നെ 2026 കൊണ്ടുപോകും. പറയാൻ പറ്റില്ല, എന്റെ മൂഡ് മാറും. മനുഷ്യനല്ലേ ചിലപ്പോ കാശിനോട് ഇനി ആർത്തി കൂട്ടാം. മനുഷ്യരാണ് എനിക്ക് പെട്ടെന്ന് അത് ശരിയാണ്. പൈസ നമുക്ക് എന്തായാലും ആവശ്യമുള്ള സാധനം. കാരണം നമ്മൾ പറയുന്ന പോലെ തന്നെ പൈസയാണ് ഹാപ്പിനെസ്. പൈസ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സത്യം തന്നെ. പൈസ ഹാപ്പിനെസ് അല്ല, പൈസയാണ് കോൺഫിഡൻസ്. ഞാൻ അങ്ങനെ പറയാം, പൈസയാണ് കോൺഫിഡൻസ്. അത് നമുക്ക് നമ്മളെ പലരും മറ്റേ അഹങ്കാരിയാണ്, മറ്റേതാണ്, മറിച്ചാണെന്ന് പറഞ്ഞാലും പക്ഷെ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്. നമുക്ക് ഉള്ളപ്പോൾ അവർക്കിപ്പോൾ ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഇതേപോലെ തന്നെ നിൽക്കും. അങ്ങനെ തോന്നുന്നില്ലേ? അങ്ങനെയൊന്നുമില്ല. എന്താ ഇല്ലാത്തതൊന്നുമല്ല ഫാക്ടർ. അല്ല നമ്മള് നമ്മളിങ്ങനെ ആൾക്കാർ പറയുമ്പോൾ അതല്ല, ഓ ഇവർക്ക് പൈസ ഉണ്ട് എന്നുള്ള സാധനം പറയുമ്പോൾ അവർക്ക് ഇല്ല എന്നുള്ള തോന്നലുണ്ടാണല്ലോ അവർ തോന്നുക. അവർക്ക് ഉണ്ടാക്കാനുള്ള അത് പൈസയുടെ മുകളിലുള്ള വിഷയമൊന്നുമില്ല. അതെന്താ വെച്ചെങ്കിൽ ബേസിക്കലി മനുഷ്യന്മാർക്കുള്ളൊരു സീനാണ്. കുനിറ്റ് കുശുമ്പ് കുഞ്ഞായി മനസ്സിലായോ? ഇല്ലാത്തവനൊന്നുമില്ല. അത് ആർക്കും വേണേ വരാം. ഒരു മനുഷ്യനോട് ആർക്കും വേണേ ഈഗോ അടിക്കാം. ഉള്ളവനോട് ഈഗോ അടിക്കാം, ഉള്ളവന് ഇല്ലാത്തവനോട് അടിക്കാം. ഈഗോ ആർക്കും വേണേ അടിക്കാം. അതെ ഫുഡ് കഴിക്കാം, അതിനെ കഴിക്കാം. അപ്പൊ അല്ല ഇനി ബാക്കി പറയല്ലോ. ഇപ്പൊ 2026 നമ്മൾ ഇനി എന്തായാലും പോണ വരയ്ക്ക് പോട്ടെ അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ജനുവരി 2 2026 ആണ്, കൊച്ചിയിലാണ്. നമ്മൾ തിരിച്ചു പോവുകയാണ് നാട്ടിലേക്ക്. അപ്പോൾ ഇപ്പം ഞാൻ എല്ലാ ക്ലിപ്പ് ഇട്ടത് ഒരു ജസ്റ്റ് ക്ലിപ്പാണ് എടുത്തത്. ഞാനിപ്പോൾ അങ്ങനെ വ്ളോഗ് പോലെ എടുത്തിട്ടില്ല. എല്ലാം ഒരു എവിടെ പോയപ്പോഴൊന്നും എടുത്തു. ഞങ്ങൾ പോണ വഴിക്ക് ഒരു സാധനം എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ, അതായത് ഇന്നലെ നമ്മൾ ഫുഡ് കഴിക്കാൻ കുമ്പളങ്ങി പോയത്, ആ സാധനം എടുത്തു. അത് കുറച്ച് ഫുഡൊക്കെ കാട്ടി നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതെടുത്തു. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പിന്നെ അതിന് എൻഡിങ് ആയിട്ടോ സ്റ്റാർട്ടിങ് ആയിട്ടോ അങ്ങനെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് എൻ്റെ സാധനങ്ങൾ കുറച്ച് പറയണമെന്ന് ആഗ്രഹം തോന്നി. അതുകൊണ്ട് ഉള്ള സമയത്തുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ 1 ജനുവരി നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ന്യൂ ഇയർ പ്രോഗ്രാം അടിപൊളിയായിരുന്നു. ന്യൂ ഇയർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. കളിക്കില്ലേ? നിക്ക് കളിക്കി. അത് കഴിഞ്ഞ് നമ്മൾ ലുലുമാളിൽ പോയത്. ഫയർ വർക്ക്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അല്ല, ഫയർ വർക്ക്സ് ഏറ്റവും രസം റീലിൽ കാണുമ്പോഴാണ്. നമ്മൾ കണ്ടപ്പോഴുള്ള രസമല്ല, റീലിൽ കണ്ടപ്പോഴുള്ളത്. റീലിൽ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല രസമായിരുന്നു. പിന്നെ അതേപോലെ ഫോറം മാൾ ഉണ്ടായിരുന്നു, കാക്കനാട് ഉണ്ടായിരുന്നു, ഫോർട്ട് കൊച്ചി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൊച്ചിയിൽ പറഞ്ഞൊരു വൈബ് തന്നെയാണ്. ഞാൻ ഇപ്പം പറയുന്നത് കൊച്ചിയിലേക്ക് ഒരു ഫോർട്ട് കൊച്ചി വൈബ്. ഈ ഫോർട്ട് കൊച്ചി സാധനം തന്നെ എനിക്ക് ഇവിടെ പോണ്ടിച്ചേരിത്തെ സാധനം കാണുമ്പോഴും പോയിട്ടില്ലെങ്കിലും ആ കാണുമ്പോഴുള്ള വൈബ് ഫോർട്ട് കൊച്ചി, പോണ്ടിച്ചേരി, വർക്കല ഇതൊക്കെ എൻ്റെ ഒരു ഏകദേശം ഒരു ലെവലിലുള്ള സാധനമാണ്. എൻ്റെ ആഗ്രഹങ്ങളിലുള്ള ഒരു സ്ഥലം. അതായത് ആ ഒരു വൈബ്, പച്ചപ്പ്, മരങ്ങൾ, ലൈറ്റ്, സ്റ്റാർ, സാന്റാക്ലോസ്, അങ്ങനെ കുറേ സാധനങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു. ലൈറ്റിങ് ഇപ്പം ഇങ്ങനെ വിചാരിക്കും നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള ലൈറ്റിംഗ് ഒക്കെ. എനിക്ക് എരിപ്പിളാണ് എൻ്റെ വീട്ടിൽ ട്രീ വെക്കണം, ക്രിസ്മസ് അപ്പൂപ്പനെ വെക്കണം, ലൈറ്റിംഗ് ഒക്കെ വെക്കണം ഭയങ്കര ഇഷ്ടം. പക്ഷേ അതൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിക്കും അതൊക്കെ ചെയ്യണം. അപ്പോൾ അതിങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ഓരോ വീട്ടിൽ ഞാൻ ഇപ്പോഴത്തെ പറയുന്നൊന്നും കേൾക്കില്ല. ഞാൻ അപ്പുറത്തെ മൈക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മണ്ടത്ത് ഇങ്ങനെ പറയും, ഒന്നും കേൾക്കാൻ പോണില്ല. എന്ത് വൈബ്, ഒരു വൈബും ഇല്ല. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്ന കൂടി ഇത് കൂടെ ഒക്കെ, അല്ലാതെ ഓള് ഒരു വൈബ് അനുഭവിച്ചിട്ടൊന്നുമില്ല. വെറും തള്ളു എന്നൊക്കെ പറഞ്ഞാൽ ലോക തള്ളു, അല്ലാതെ വേറെ ഒന്നുമല്ല. ഒരു എൻജോയ്മെന്റ് ഇവള് ചെയ്തിട്ടില്ല. ഇവള് ഇങ്ങനെ പോണ വഴിക്കൊക്കെ ഏതൊക്കെയോ ലൈറ്റ് നോക്കി ക്യാമറ വെക്കുമ്പോഴത്തേക്ക് ആ ലൈറ്റ് ഇട്ട് പോകും. ഞാൻ എടുത്ത വീഡിയോസ് ഫുള്ള് മേടിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ സാധനം ഇട്ട് കാണിച്ചിരുന്നത്. കട്ടായി പോയില്ലേ? പറഞ്ഞിട്ടുണ്ട്, എന്തോ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒക്കെ മിക്സ് ആയി പോവും. അതിന്
നമ്മൾ ഈ ചവറ് കേൾക്കണേക്കാൾ നല്ലത് ഈ തള്ളു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെയാണ് അതിൻ്റെ ശരി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് എന്ത് ഈ അവിടെ സംസാരിക്കുന്നില്ലേ? ഞാൻ ഇവിടെ ഇങ്ങനെ സംസാരിച്ച് നിൽക്ക്. അപ്പോൾ എനിക്കൊരു കഷ്ണം വെക്കണം. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടത് ഫ്രഞ്ച് ടോസ്റ്റ്, സാൻഡ്വിച്ച്. അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാൽ ഞാനിപ്പോൾ എടുത്ത വീഡിയോസൊക്കെ ഇങ്ങനെ ക്ലിപ്പുകളായിട്ടാണ് ജസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ ഷോർട്സ് ഇടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നല്ല രസമായിട്ട് വീഡിയോ എടുക്കാനും ലൈറ്റിംഗ് സാധനങ്ങളൊക്കെ ഞാൻ ഇടാൻ വിചാരിക്കുന്നുണ്ട്, ഷോർട്സ് ആക്കി ഇടാൻ. ഇതിൽ എനിക്ക് വ്ളോഗ് എന്താ വെച്ചാൽ ന്യൂ ഇയർ തുടങ്ങിയല്ലേ, അപ്പോൾ ന്യൂ ഇയറിൻ്റെ സാധനം ഒരു വ്ളോഗ് ആക്കിയിട്ടുണ്ട് ഭയങ്കര ആഗ്രഹം. പിന്നെ സംസാരം മാത്രമേ ഉണ്ടാവുള്ളൂ, കൂടുതൽ സാധനങ്ങളോ ഡെക്കറേഷനോ ലൈറ്റിംഗ് ഒന്നും ഞാൻ അധികം കാണിക്കില്ല, സംസാരിച്ചിട്ട് കാണിക്കാൻ വിചാരിച്ചു. പിന്നെന്താ പറയാനുള്ളത്, അപ്പോൾ 2020 നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പറഞ്ഞപ്പോൾ ലൈറ്റിങ്ങും ഡെക്കറേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫോർട്ട് കൊച്ചിയിൽ കുറേ സാധനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇതിൽ ജസ്റ്റ് ചേർത്തിട്ടുണ്ട് കുഞ്ഞു സാധനങ്ങളായിട്ട്. പിന്നെ അപ്പോൾ ഇത് 2026 നമ്മൾ നല്ല ആഗ്രഹങ്ങൾ, നല്ല ഞാൻ പറഞ്ഞാൽ മേക്കപ്പിൻ്റെ ആയിരുന്നല്ലോ പറഞ്ഞാൽ എനിക്ക് മേക്കപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ ആലിക്കുന്നത് ഞാൻ പോകുമ്പോൾ പുറത്തെത്തുമ്പോൾ മേക്കപ്പ് ഇട്ടിട്ട് ഇറങ്ങണമെന്ന്. അയ്യോ എന്താ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല ഹാപ്പി ആയിട്ട് ലൈഫ് അടിപൊളിയായിട്ട് പോട്ടെ എന്നാണ് ആഗ്രഹം. എല്ലാവരുടെയും ഈ കാണുന്ന വ്യൂവേഴ്സിൻ്റെയും ഓഡിയൻസിൻ്റെയും എല്ലാവരുടെയും നല്ല ലൈഫ് അടിപൊളിയായിട്ട് ചില്ലായിട്ട് പോട്ടെ, നല്ല ഹാപ്പി ആയിട്ട് പോട്ടെ. ഫുൾ സെലിബ്രേഷൻ, എന്നും സെലിബ്രേഷനായി പോട്ടെ. ഒരു നാളത്തേക്ക് ഇതെല്ലാം പറഞ്ഞ സാധനം നിർത്തിക്കണ്ട, ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യാം, തീർക്കുക. അല്ലെങ്കിൽ ഇനി നാളത്തേക്ക് മാറ്റി വെച്ചാൽ പറയുന്ന പോലെ നാളെ നമ്മളില്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ എന്നും സാധാ പോലെ എല്ലാ ദിവസവും കൊണ്ടുനടക്കുക, എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക, കുളിക്കുക, എല്ലാ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുക, മെമ്മറീസ് ഉണ്ടാക്കുക, പിന്നെ എല്ലാവരും സ്നേഹിക്കുക. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനെങ്ങനെ ഒരാള് ഞാൻ എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കും, പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം ലൈഫിൽ ഞാൻ അങ്ങനെ മോട്ടിവേഷൻ യൂസ് ചെയ്യാറില്ല, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കൊച്ചിയിൽ വീട് പറയും. അപ്പോൾ ഇത് ഒന്നുമില്ല, ഈ വ്ളോഗ് ഞാൻ എൻഡ് ചെയ്യാണ്, ഈ ഒരു സംസാരത്തിൽ ഞാൻ വ്ളോഗ് എൻഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പോയപ്പോഴൊരു വീഡിയോ ഉണ്ട്, ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ വീഡിയോസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇന്നലെ കുമ്പളങ്ങിയിൽ രാവിലത്തെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് മാത്രമല്ല, ചെറിയ ഫുഡ് കഴിക്കാൻ പോയതൊന്നും ഒക്കെ ഉള്ളൂ. രാത്രി കുമ്പളങ്ങിയിൽ പോയ സാധനം കുറച്ച് ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 3rd ഡേ ആണ്, January 2nd. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയൊന്നുമില്ല, ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ട്രാവൽ പോകുമ്പോഴുള്ള സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ഷോർട്സ് ഇടാൻ നോക്കും. കുഞ്ഞു സാധനങ്ങൾ മെമ്മറീസ് പോലെയൊക്കെ വേണ്ടി ഞാൻ എൻ്റെ ബയോയിൽ തന്നെ കൊടുത്ത് ക്യാപ്ചറിങ് ദ മെമ്മറീസ് എന്നോ എന്താ പറഞ്ഞിട്ട് മൊമെൻറ്റ്സ് കണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നോക്കാം, ഈ 2026 നല്ല അടിപൊളിയായിട്ട് പോകണമെന്നാണ് ആഗ്രഹം. 2026 മാത്രമല്ല, ഇനി തന്നെ എല്ലാ കൊല്ലം നന്നായി പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇനിയൊന്നും പറയാനില്ല, എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വീഡിയോ എന്ന് അപ്ലോഡ് ചെയ്യാൻ എനിക്കറിയില്ല, ഇന്ന് January 2nd 3rd ഞാൻ അപ്ലോഡ് ചെയ്യും, അടുത്ത December 31 അപ്ലോഡ് ചെയ്യും. മൈക്കൊക്കെ കേക്ക് ഉണ്ടാവും. ഇത് അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോസ് ഷോർട്സ് ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ ടാറ്റ കൊടുക്കൂ.